ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു നോക്കിയിരുന്നത് നമ്മുടെ മുഖമായിരുന്നു. നായിക ശാരദയാണെങ്കിൽ ഞാൻ പാട്ടുപാടിയാൽ എവിടെ നിന്നും അവൾ ഇറങ്ങി വരും. ഞാൻ പാവപ്പെട്ടവരെ വിവാഹം കഴിക്കുന്ന നായകനായിരുന്നു. ഇന്നത്തെ പോലെയല്ല. പാവപ്പെട്ട പെൺകുട്ടികളെ അവൾ ചിലപ്പോൾ തൂപ്പുകാരിയായിരിക്കും, ഞാൻ സ്കൂൾ മാനേജറുടെ മകനായിരിക്കും, അല്ലെങ്കിൽ അവൾ ഒരു ക്ലാസ് 4 ആയിരിക്കും, ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായിരിക്കും. പാവപ്പെട്ടവളെ കൈപ്പിടിച്ച് ചേർത്തുക, അനാഥരെ ശനാഥരാക്കുക. നായിക ശാരദയാണെങ്കിൽ അവൾ മറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ പാടുന്നത് പ്രാണസഖി ഞാൻ വേറുമൊരു പാവരനാം പാട്ടുകാരൻ ഗാനലോക വീഥികളിൽ വേണുവൂതും ആട്ടിടയൻ പ്രാണസഖി അവളപ്പോൾ മറയിൽ നിന്ന് എന്നെ നോക്കും. അവളെ നോക്കി ഞാൻ നസീർ സാറ് വിളിച്ചാൽ വരാത്ത ഒരു പെണ്ണുമില്ല. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര തുടുത്തിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാൽ വാടിക്കരളുള്ള. എന്താണ് മൗനം? അങ്ങനെയായിരുന്നു പാട്ട്. ആ പാട്ടാണ് ഇപ്പൊ പോയിട്ട് ആകെ വൃത്തികേടായിട്ട് വലിച്ചഴച്ചു. ഇത് ശാരദയോടൊപ്പമാണ്. ഷീലയോടൊപ്പം പാടുകയാണെങ്കിൽ അത് ഗംഭീരമാവും. ഷീലയൊക്കെ നിന്നിട്ട് മാറിടം ഉയർത്തി കഴിഞ്ഞാൽ ദൈവമേ, തിയേറ്ററിൽ എല്ലാവരും നെടുവിരിക്കും. നസീർ സാറിന്റെ കൂടെ നിൽക്കുമ്പോൾ നസീർ സാറ് മണ്ടിപ്പന്നെ എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ BA. അയ്യോ, 2 അക്ഷരമേ പഠിച്ചുള്ളൂ, അതും തിരിച്ചു. AB എന്നല്ലേ പറയേണ്ടത്, അതെങ്ങനെയാണ് BA ആയത്? അങ്ങനെയായിരുന്നു. ഷീലയൊക്കെ നടന്നാണല്ലോ, തൊട്ടാ മതി ഷീല. എത്രയോ കാലമായിട്ട് കാണുന്ന ആളാ, തൊട്ട് കഴിയുമ്പോ അപ്പൊ തന്നെ പിന്നെ ഷീല നിന്നാൽ മതി. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാ